ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു മ്യൂസിക് സ്പെക്ട്രം, അതായത് നമുക്കിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നതാണ്, നമ്മുടെ മ്യൂസിക്കിനനുസരിച്ച് ജമ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പെക്ട്രം എങ്ങനെ മേക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു മ്യൂസിക് സ്പെക്ട്രം മേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നതോടെ ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഓഡിയോ സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു മ്യൂസിക് സ്പെക്ട്രം മേക്ക് ചെയ്യുന്നത്. നമ്മൾ ഓഡിയോ സ്പെക്ട്രം മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷന്റെ പേരാണ് AVE മ്യൂസിക് പ്ലെയർ, AVEE മ്യൂസിക് പ്ലെയർ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ശേഷം നിങ്ങൾ ഇതിൽ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് സ്പെക്ട്രങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള സ്പെക്ട്രം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് സ്പെക്ട്രം സെറ്റ് ചെയ്യാം, നിങ്ങളുടെ ഫോട്ടോസ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ AVE പ്ലെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഒരു സോങ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇപ്പോൾ അലൻ വാക്കറിന്റെ ഒരു സോങ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യുകയാണ്. ശേഷം നിങ്ങൾ വലത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്യുക. രണ്ടുപേരും സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ സ്പെക്ട്രത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സ്പെക്ട്രമാണ്. ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾ മുകളിൽ ഒരു 6 ബോക്സ് കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെക്ട്രംസ് സെലക്ട് ചെയ്യാൻ പറ്റും. ശേഷം നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പെക്ട്രം സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ ഒരു പെൻസിലിന്റെ ഐക്കൺ കാണാം. നിങ്ങൾ പേജ് പ്ലേ ചെയ്താൽ കാണാം ഇപ്പോൾ ആ സ്പെക്ട്രം വർക്ക് ചെയ്യുന്നുണ്ട്, ബീച്ച് ചെയ്യുന്നത് കാണാം. ആ ഒരു പെൻസിലിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബാസിന്റെ അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്യാം, പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തൊക്കെ, അതുപോലെ തന്നെ അതിന്റെ പിന്നിലൂടെ പോകുന്ന പാർട്ടിക്കിൾസ് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് എഡിറ്റിങ്ങിന് കാണുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് എങ്ങനെയാണ് എഡിറ്റിംഗ് ചെയ്യുന്നത് എന്ന് ഒരു സിമ്പിൾ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇമേജ് ചേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സെൻട്രൽ കാണുന്ന ഒരു ഇമേജ് ചേഞ്ച് ചെയ്യാൻ ഞാൻ ഇപ്പോൾ സെലക്ട് ചെയ്ത ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജിന്റെ സെക്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം പിക്ക് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാം, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഇമേജാണ് അവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് അവിടെ അപ്ലൈ ചെയ്യുക. ഫയൽ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്തൊന്ന് നോക്കാം. അതിനായി നിങ്ങൾ ബാക്ക് വരിക. ശേഷം നിങ്ങൾ വലത് സൈഡിൽ അടിയിൽ കാണുന്ന ഒരു സേവിംഗ് ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇതിൽ വീഡിയോയുടെ ക്വാളിറ്റി ചേഞ്ച് ചെയ്യുക, ഇഷ്ടമുള്ള ക്വാളിറ്റി സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കോഡക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. ഓഡിയോ എക്സ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്കൊരു സാമ്പിൾ വേണമെങ്കിൽ അതും ഒരു 15 സെക്കൻഡുള്ള സാമ്പിൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതും സേവ് ചെയ്യാം. അപ്പോൾ നിങ്ങളത് സേവ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് എക്സ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ഞാൻ മേക്ക് ചെയ്ത ഒരു ഓഡിയോ സ്പെക്ട്രമാണിത്. അപ്പോൾ ഞാൻ ഈ ഒരു ബാസ് ഇതിന്റെ ഉള്ളിലോട്ടേക്കാണ്, നിങ്ങൾ കാണുന്നുണ്ട് എൻ്റെ സെലക്ട് ചെയ്ത ഫോട്ടോയുടെ ഉള്ളിലോട്ടേക്കാണ് ആ ബാസ് പീക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബാസ് ഉള്ളിൽ നിന്നും പുറത്തോട്ടേക്ക് പീക്ക് ചെയ്യുന്ന മോഡലിലേക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്പുകളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇതിൽ ബാസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ബാസിന്റെ ഹൈറ്റ് ചേഞ്ച് ചെയ്യാം. അത് ഹൈറ്റ് നിങ്ങൾക്ക് പുറത്തോട്ടേക്ക് ചേഞ്ച് ചെയ്ത് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് മെയിൻ ഹൈറ്റ് ചേഞ്ച് ചെയ്ത് അതിന്റെ എത്ര ഹൈറ്റ് വരെ വേണമെന്ന് വെച്ചാൽ അതും സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാം ഈ ഒരു ബാസ് പുറത്തോട്ടേക്ക് വന്നതാണ്. ഞാൻ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ബാസിന് ഹൈറ്റ് തീരെ കുറവാണ്. നമുക്ക് ഈ ഹൈറ്റ് ഒന്ന് ഒപ്പിക്കാം. അപ്പോൾ ഒരു ഹൈറ്റ് ഒന്ന് ഒപ്പിച്ചെടുക്കാം. അപ്പോൾ ഹൈറ്റ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാം ഇതിന്റെ ഹൈറ്റ് കറക്റ്റായിട്ട് ഒത്തു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫോട്ടോ ഈ ഒരു ബാസിന്റെ മുകളിലോട്ടേക്ക് കൊണ്ടുവരാം. അതിനായി നിങ്ങൾക്ക് ആ ഒരു ഇമേജ് സെക്ഷൻ സെലക്ട് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് താഴോട്ടേക്ക് വലിച്ചിട്ടാൽ മതിയാവും. ഓക്കെ, ഞാൻ പുതിയൊരു ഐക്കൺ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യണം. M എന്ന് കാണുന്ന ആ ഒരു ഐക്കൺ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ സൈസ് വളരെ വലുതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ അതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിന്റെ സൈസ് ഹൈറ്റും വിഡ്ത്തും രണ്ടും 500 അല്ല 500ലേക്ക് സെറ്റ് ചെയ്യുകയാണ്. 500 450 ഇതിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ സൈസ് ചെറുതാണെന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ബാറ് ചെറിയ കറക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബാർസിൽ പോയിട്ട് അതിന്റെ ഒന്ന് സ്കെയിൽ ചെയ്യാം. അപ്പോൾ അതിൽ സ്കെയിൽ എടുത്ത് അതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്കെയിൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിന്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബാറിന്റെ സൈസ് അഡ്ജസ്റ്റ് ആവുന്നത് കാണാം. അപ്പോൾ നമ്മൾ സ്കെയിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ വിഡ്ത്തും ഹൈറ്റും ഒരേ സൈസിൽ ഒപ്പിച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ ബീറ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ വർക്ക് ചെയ്യുന്നത് കാണാം. എങ്ങനെയാണ് ഒരു മ്യൂസിക് സ്പെക്ട്രം മേക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാനിപ്പോൾ ഒരു ടൈപ്പ് ഓഫ് ബാർസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് സ്പെക്ട്രം യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് ടൈപ്പ് സ്പെക്ട്രംസ് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇഷ്ടമുള്ള സ്പെക്ട്രംസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്പെക്ട്രംസ് മേക്ക് ചെയ്യാം. ഞാൻ മുഹമ്മദ് സാലിം ഇതുപോലുള്ള ഒരു ടെക്നോളജി വീഡിയോയുമായി വീണ്ടും കാണാം. അതിനു മുമ്പായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീഡിയോയുടെ കമന്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായും മറുപടി തരുന്നതായിരിക്കും.